നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ നെഞ്ചിൽ അടക്കി പിടിച്ച് അവർ വളർത്തിയത്, ഇത്രയൊക്കെ ആക്കിയത്, പഴയ കണക്കുകൾ എന്തെങ്കിലുമൊക്കെ നിരത്തി വെച്ച് എന്നെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കാന്ന് നോക്കണ്ട. എനിക്ക് വെറുപ്പാ. അമ്മയുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ കടന്നു പോകുന്നത് ശ്യാമ മേഡത്തിന്റെ പാട്ടിലൂടെയാ. അതും എന്നെ പോലെ തന്നെയാ. പറയുന്നൊക്കെ ശരിയായിരിക്കോ? എന്റെ അമ്മ തന്നെ ആയിരിക്കോ? വാ മോളെ. വാ മോളെ. വരൂ മേഡം. മോളെ, എന്തു പറ്റി മോളെ? അമ്മ കാണണോന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്? എന്തിനിപ്പോ കാണാൻ തോന്നി? ഇത്രയ്ക്ക് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തിനാ എന്നെ വലിച്ചെറിഞ്ഞത്? എന്ത് തെറ്റ് ചെയ്തിട്ടാ കുഞ്ഞു പ്രായത്തിൽ ഞാൻ തെരുവിൽ കിടന്നത്? പറ. അനാഥയാകുന്നതിന്റെ സങ്കടം എത്രയെന്നറിയോ? അതിന്റെ പരിഹാസം കേൾക്കുമ്പോ മനസ്സ് എത്രയാ മുറിയുന്നറിയോ? എവിടെയാ അല്ലേ? പ്രസവിച്ച് വലിച്ചെറിയുമ്പോ അപ്പൊ തോന്നാത്ത വാത്സല്യം ഇപ്പൊ തോന്നുന്നതിനോട് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. മോളെ, എന്തെങ്കിലും തെറ്റ് പറ്റിയതാണോ? അതോ എനിക്കൊരച്ഛനുണ്ടായിരുന്നോ? മേഡം, മോള് പറയട്ടെ. അനാഥ എന്നൊരു ദുഷ്പേര് എനിക്കുണ്ട്. പക്ഷെ അച്ഛന്റെ യശോദമ്മയുടെ അടുത്ത് നിൽക്കുമ്പോ അതൊന്നും ഞാൻ അറിയാറില്ല. എന്നെ നെഞ്ചിൽ അടക്കി പിടിച്ച് അവർ വളർത്തിയത്, ഇത്രയൊക്കെ ആക്കിയത്, പഴയ കണക്കുകൾ എന്തെങ്കിലുമൊക്കെ നിരത്തി വെച്ച് എന്നെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കാന്ന് നോക്കണ്ട. എനിക്ക് വെറുപ്പാ. എത്രയോ രാത്രികളിൽ ഞാൻ കണ്ണീരൊഴുക്കി കിടന്നിട്ടുണ്ടെന്നറിയോ?
ഏത് വയറ്റില ഞാൻ പിറന്നതെന്നറിയാൻ, ആർക്കാ ജനിച്ചതെന്നറിയാൻ. അന്നൊക്കെ എന്റെ കണ്ണീരൊപ്പിയത് യശോദാമ്മയാ. അതാ എന്റെ അമ്മ, അത് മാത്രം എന്റെ അമ്മ. നീ എന്നെ എന്തു പറഞ്ഞാലും ഈ അമ്മ തെറ്റ് പറയില്ല. ഞാൻ പാപിയ, മഹാപാപി. നീ ചോദിച്ചില്ലേ നിനക്കൊരച്ഛനുണ്ടായിരുന്നുവെന്ന്? ഉണ്ടായിരുന്നു. നിന്നെ ഞാൻ ഗർഭം ധരിച്ചപ്പോ മുതല് നിന്നെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ മുഴുവൻ കൂട്ടിവെച്ചിരുന്നൊരച്ഛൻ. ജനിക്കുന്ന കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തണമെന്ന് തീരുമാനിച്ചൊരച്ഛൻ. നീ അറിയണം അച്ഛൻ എന്താ സംഭവിച്ചെന്ന്. എങ്ങനെയാ നീയും ഞാനും അകന്നതെന്ന് നീ അറിയണം. സമ്പത്തും സമാധാനവും നിറഞ്ഞൊരു കുടുംബമായിരുന്നു നമ്മുടേത്. അച്ഛനും ഞാനും തമ്മിൽ ഒന്നിച്ചുള്ളൊരു ജീവിതം എല്ലാവർക്കും അസൂയുണ്ടാക്കുന്ന ഒന്നായിരുന്നു. എല്ലാവരും ഞങ്ങൾ രണ്ടുപേരെയും നല്ല രീതിയിൽ സ്നേഹിച്ചു. പക്ഷെ ഒരേ ഒരാൾ, ഒരു സ്ത്രീ, അച്ഛന്റെ കുടുംബത്തിലെ ഭാരിച്ച സ്വത്തായിരുന്നു അവരുടെ ഒരേ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി അവർക്ക് ഇല്ലാതാക്കേണ്ടത് എന്നെയും എന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെയും. ഞാൻ പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോ അവരുടെ ആളുകൾ എന്നെ കൊന്നുകളയാൻ തീരുമാനിച്ച് ഒരു കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോയി. പുറകെ അന്വേഷിച്ചെത്തിയ അച്ഛൻ അവരോട് ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൽ എന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ അച്ഛനെ അവര് വെട്ടി നുറുക്കി. അന്നത്തെ പെരുമഴയിൽ അച്ഛന്റെ ചോരയൊലിക്കുന്ന അതേ ഇടത്ത് കിടന്ന നിന്നെ ഞാൻ പ്രസവിച്ചത്. നീ പിറന്ന നിമിഷം നിനക്കച്ഛൻ കരുതി വെച്ചിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ലോക്കറ്റ് ഞാൻ നിന്റെ കഴുത്തിൽ അണിയിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.